ഹലോ ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് റെസിൻ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്, അല്ല ആർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു റെസിൻ ക്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ക്ലോക്കിൻ്റെ മോൾഡാണ് വേണ്ടത്. ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നമ്പേഴ്സ് വരുന്ന റിങ്ങും കൂടെ അവൈലബിൾ ആണ്. ഇതല്ലാതെ തന്നെ പല ഓൺലൈൻ ഷോപ്പുകളിലും ഈ റെസിൻ്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമുക്കൊരു ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ട കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഒരുമിച്ച് നമുക്ക് മേടിക്കാനും പറ്റും. ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ താഴെ 3 കപ്പ് വെച്ചിട്ടുണ്ട്. അതായത് ഹൈറ്റിൽ നിൽക്കാനും പിന്നെ നമ്മൾ ഇങ്ങനെ റെസിൻ ഒഴിക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞാൽ ഞാൻ അത്ര വലിയ റെസിൻ ഉണ്ടാക്കുന്ന ഒരു പ്രോയൊന്നുമല്ല. എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള റെസിൻ വെച്ചിട്ടുള്ള ഒരു ആർട്ടാണിത്. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ്, ഏത് സൈഡിലാണോ നമുക്ക് റെസിൻ ചെയ്യേണ്ട ആ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ ഇതുപോലെ നമ്മളൊരു പേപ്പർ ടേപ്പ്, അതായത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ റെസിൻ ചെയ്യുമ്പോൾ അത് ഒലിച്ച് താഴോട്ട് പോകുമല്ലോ, അപ്പോൾ നമുക്ക് ഈ ടാപ്പിലായി കഴിഞ്ഞാൽ അത് പറിച്ചെടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള ഒരു തീമിൽ ഞാനിവിടെ ഒരു വൈറ്റ് ബേസിലാണ് റെസിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ബേസ് കോട്ട് എന്തായാലും നമ്മൾ ക്ലോക്ക് ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കണം. ഏത് കളറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് റെസിൻ ഏത് കളറാണ് കൂടുതൽ വരുന്നത്, ആ ഒരു കോട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ആക്രിലിക് പെയിൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അറിയാം എല്ലാവർക്കും ഒരു റെസിൻ ക്ലോക്കിന് എത്രയാണ് ഏകദേശം പ്രൈസ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ റെസിൻ ക്ലോക്കിലോട്ട് വരാം. അതൊന്ന് ഉണങ്ങാൻ വെക്കുക നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ നമുക്ക് ഇതിനു വേണ്ട സംഭവങ്ങളെന്ന് പറയുന്നത് മെഷറിംഗ് കപ്സ് ആണ്, പിന്നെ കുറച്ച് പേപ്പർ കപ്പ് ഉണ്ട്, പിന്നെ റെസിന് യൂസ് ചെയ്യുന്ന കളർ. ഈ റെസിൻ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരിക്കലും നമ്മൾ വാട്ടർ കളർ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആക്രിലിക്, അതൊന്നും റെസിനിലിട്ട് നമുക്കൊരിക്കലും മിക്സ് ചെയ്യാൻ പറ്റില്ല. മാസ്കും ഗ്ലൗവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഒരുപാട് കെമിക്കൽസ് മിക്സ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും പറ്റില്ല. അപ്പോൾ മാസ്ക് മസ്റ്റാണ്. ദെൻ ഞാൻ റെസിനും ഹാർഡനറും എടുത്തിട്ടുണ്ട്. ഈ റെസിൻ്റെ ഹാർഡനറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഓരോ റെസിനനുസരിച്ചിരിക്കും. അതായത് ആ ബോട്ടിൽമേ തന്നെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ചിലത് 3:1 ഈക്കാരം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈക്കാരം. ഞാൻ എടുത്തിട്ടുള്ളത് 3:1 എന്ന് വരുന്നതാണ്. ആദ്യം ഞാൻ റെസിന് ഒഴിച്ചു, അതിന് ശേഷം അതേ മെഷറിംഗ് കപ്പിൽ ഞാൻ ഹാർഡനർ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക വെച്ചാൽ നമ്മളിങ്ങനെ ഒരേ സൈഡിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരു സൈഡിൽ നമ്മൾ മിക്സ് ചെയ്ത് ഓപ്പോസിറ്റിലോട്ട് ബാക്ക്വേർഡായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരേ ആംഗിളിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ അല്ല, എന്നാൽ ഭയങ്കര ഫാസ്റ്റും അല്ല എന്നുള്ള രീതിയിൽ ഒരു മീഡിയം ലെവലിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ടെക്സ്ചറിലോട്ട് വരണം. നമ്മളിത് ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഒരു കഞ്ഞിവെള്ളം പോലെയാവും ഉണ്ടാവുക. അത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഒരു പച്ചവെള്ളം എങ്ങനെയാണോ ഉണ്ടാവുക, കളറാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കൺസിസ്റ്റൻസി എപ്പോഴും ആ ഒരു ലിക്വിഡി ഫോമിൽ തന്നെയാവും ഉണ്ടാവുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഞാൻ 2 ഷെയ്ഡിലാണ് ക്ലോക്ക് ഉദ്ദേശിക്കുന്നത്. വൈറ്റും പിന്നെ ഒരു മെറൂൺ കളറുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് അത് 50-50 ആക്കി 2 ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒന്നിൽ ഞാൻ ഈ ഒരു വൈറ്റ് പിഗ്മെൻറ്റും ആഡ് ചെയ്തു, മറ്റേതിൽ ആ ഒരു മെറൂൺ പിഗ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ പിഗ്മെൻറ്റ്സൊക്കെ, ഈ ഒരു പിഗ്മെൻറ്റ്സ് ഞാൻ തുളസി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിയത്. അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയുള്ളത്. പിന്നെ നമ്മളിതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വല്ലാതെ രീതിയിൽ അലങ്കരിച്ച് കൊളാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പിന്നെ ഇങ്ങനെ ആ ഒരു പെര എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്ട്രോ വെച്ചിട്ട് കുറച്ച് റെസിന് ഇങ്ങനെ ഒന്ന് ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു റെഡ് മെറൂൺ ഇതിൻ്റെ പക്ക പെർഫെക്റ്റ് കളർ ഏത് എനിക്കറിയില്ല, ആ ഒരു കളർ ഒഴിച്ച് പിന്നെ അതിന് ശേഷമാണ് ഞാൻ വൈറ്റ് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം പാടെ നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് അത് എല്ലായിടത്തും മിക്സ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഒഴിക്കുക. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൈ വരുന്നുണ്ട്, അതിൽ എൻ്റെ കൈയാണ് ഓൾ അതിൻ്റെ ഇടയിൽ കൂടെ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളും കൂടെ അതിന് ഇടയിൽ കൂടെ കൈയിട്ട് വരുന്നതാണത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പർ സ്റ്റിക്കല്ല, ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതൊന്ന് നമ്മളെന്തായാലും ഉണങ്ങാനൊരു നൈറ്റ് വെക്കണം. ഞാനിപ്പോൾ ഇത് ഒരു 24 ഹവേഴ്സൊക്കെ ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 24 ഹവർ മിനിമം ഡ്രൈ ആക്കാൻ വെച്ചു. പിറ്റേത്തെ ദിവസമാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്ലിപ്സ് ഞാൻ എടുക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ സെക്കൻഡ് ലെയർ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലോക്കിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് അതിൻ്റെ
അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു സെയിം പ്രോസസ്സ് നമ്മൾ ആ ഒരു കുറച്ച് റെസിനും ഹാർഡ്നറും നമ്മൾ മുന്നേ എടുത്ത് അത്ര ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കണ്ട, കുറച്ച് എടുത്തിട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി റെസിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിയിരുന്ന് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ സ്മെല്ലൊന്നും അത്ര നല്ലതല്ല, കെമിക്കൽസ് കൂടി മിക്സ് ആവുന്നതല്ലേ. പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്റ്റോൺസ് ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഗോൾഡൻ ഫ്ലേക്സ് ഞാൻ ആ ഒരു തുളസി എന്ന് പറയുന്ന അവിടെ നിന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി വന്ന ആ ഒരു റെസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, റെസിനും ഹാർഡ്നറും, അതും ഞാൻ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് പോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കറേഷനെ ഞാനിതിമേ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനും കൂടെ കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു 24 ഹവേഴ്സ് ഉണങ്ങാൻ വെക്കണം. ഇപ്പം മഴയൊക്കെ കാരണമാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ടൈം വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വീണ്ടും ഞാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ എടുത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലേറെ കുറച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ഒലിച്ചിറങ്ങിയത്. അവിടെ നമുക്ക് ഒന്ന് സാധാ നമ്മുടെ നോർമൽ എന്തെങ്കിലും പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ച് മാസ്കിങ് ടേപ്പൊക്കെ റിമൂവ് ചെയ്യുക. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം. നമുക്ക് ഈ ക്ലോക്കിൻ്റെ ആ ഒരു മിനിറ്റ് സൂചിയും അതൊക്കെ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആ ഒരു ഇത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെ വെക്കേണ്ടതെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. എന്നാലും ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ ആ ഒരു വലിയൊരു കട്ട ബാക്കിലുള്ള സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു എന്താ ബ്രഷ് അങ്ങനെ എന്തോ ഒന്ന് പറയും, എനിക്ക് കറക്റ്റ് അറിയില്ല. അതും കൂടെ വെച്ചിട്ട് നമ്മളത് അതിൻ്റെ ബാക്കിലൂടെ വെച്ചിട്ട് പിന്നെ ആ ഫ്രണ്ടിലൂടെ കുറച്ച് വരുമല്ലോ, അവിടെ നമ്മളൊരു ഗോൾഡൻ നട്ട് വരുന്നുണ്ട് അതിൽ. ആ ഗോൾഡൻ നട്ട് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ സൂചിയൊക്കെ വെച്ച് കൊടുത്താൽ നമ്മുടെ റെസിൻ ക്ലോക്ക് സെറ്റായി. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വന്നുള്ളത്. സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യം അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.